എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ കാറ്ററിംഗ് സ്പെഷ്യൽ തനി നാടൻ കോഴിക്കറിയാണ്. നാളികേരം ഒന്നും വറുത്തെടുക്കാതെ നമ്മുടെ വീട്ടിലുള്ള തനി നാടൻ മസാലകൾ മാത്രം ചേർത്ത് വളരെ രുചികരമായിട്ട് തന്നെ തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ അസല് കോഴിക്കറിയാണ്. ഉണ്ടാക്കിയെടുക്കാനായിട്ട് വളരെ എളുപ്പമാണ്, അതുപോലെ കഴിക്കാനും സൂപ്പർ ടേസ്റ്റാണ്. ഇനിയിപ്പോൾ നിങ്ങളുടെ വീട്ടിലുണ്ടാക്കുന്ന പലഹാരങ്ങളുടെ ഒപ്പം വിളമ്പാനും നല്ല ചൂട് ചോറിനൊപ്പം വിളമ്പാനും സൂപ്പർ കറിയാണ്. നമ്മുടെ ഈ ഒരു ചാനലിൽ കൂടെ ഞാനിപ്പോൾ എത്ര തരത്തിലാണ് ചിക്കൻ കറികൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പരിചയപ്പെടുത്തി തന്നിട്ടുള്ളത്. എൻ്റെ ഓരോ കൂട്ടുകാരും ആ ഒരു കറിയൊക്കെ പരീക്ഷിച്ച് നല്ല അഭിപ്രായങ്ങൾ എനിക്ക് തരുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ഇതുപോലുള്ള കറികളൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നത്. പാചകത്തിന്റെ ABCD അറിയാത്തവർക്ക് പോലും വളരെ ഈസി ആയിട്ട് ഇനി നമുക്ക് നല്ലൊരു ചിക്കൻ കറി തയ്യാറാക്കി എടുക്കാനും സാധിക്കും. അപ്പോൾ നോക്കാം എങ്ങനെയാണ് വളരെ എളുപ്പത്തിലും രുചികരമായിട്ടും നല്ലൊരു ചിക്കൻ കറി തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമ്മുടെ വീഡിയോയിൽ കൂടെ നമുക്ക് കണ്ടു നോക്കാം. വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറിയ ലൈക്കുകൾ തരാൻ മറക്കല്ലേ കൂട്ടുകാരെ. അപ്പോൾ നമുക്ക് ഉടൻ തന്നെ നമ്മുടെ വീഡിയോ കണ്ടു നോക്കിയാലോ. ഇനി നമുക്ക് ചിക്കൻ കറി തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ആദ്യമേ നമുക്ക് കുറച്ച് മസാലകൾ എടുത്ത് വയ്ക്കണം. 1.5 സ്പൂൺ അളവിൽ കുരുമുളകും 1.25 സ്പൂൺ അളവിൽ പെരിഞ്ചീരകവും. നമ്മളിന്ന് 2 കിലോ ചിക്കൻ കറിക്കായിട്ടുള്ള മസാലകളാണ് എടുത്ത് വയ്ക്കാൻ പോകുന്നത്. ഇനി വേണ്ടത് മല്ലിയാണ്. ഞാനിവിടെ ഒരു 2.5 സ്പൂൺ അളവിൽ മല്ലിയും കൂടെ എടുക്കുന്നുണ്ട്. നിങ്ങളുടെ കൈവശം മുഴുവൻ മല്ലി ഇല്ലെങ്കിൽ മല്ലിപ്പൊടി എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്കിതിലേക്ക് ഒരു 8 ഏലക്കയും 8 കറിയാമ്പൂവും 2 ചെറിയ ബേ ലീഫും, ഇനി ഇതിലേക്ക് ഒരു ചെറിയ സ്റ്റാർ കൂടെ ചേർക്കാം. കൂടെ തന്നെ 3 ചെറിയ കഷ്ണം കറുവപ്പട്ടയും. ഇത്രയും മസാലകളൊക്കെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. പാൻ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ മസാലകൾ പാനിലേക്ക് ഇട്ട് കൊടുത്ത് നല്ല പോലെ ഒന്ന് മുരിയിച്ചെടുക്കാം. മസാലകളൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഒരു 5 കാശ്മീരി മുളക് കൂടെ ചേർക്കാം. കാശ്മീരി മുളക് ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിടുന്നുണ്ട്. മുളകും ചേർത്ത് വീണ്ടും നല്ലതുപോലെ തന്നെ ഒന്ന് ഇളക്കി മുരിയിച്ചെടുക്കാം. ഇപ്പോൾ മസാലകളൊക്കെ നല്ല പോലെ ഒന്ന് ചൂടായി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഒരു പിടി കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നല്ലവണ്ണം തന്നെ ഒന്ന് ഇളക്കി മുരിയിച്ചെടുക്കാം. മസാലകൾ ഒന്നുകൂടെ മുരിഞ്ഞു വരുന്ന സമയത്ത് ഒരു നുള്ളു നല്ല ജീരകം കൂടി ചേർത്ത് വീണ്ടും ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് മസാലകൾ ഒന്ന് ചെറിയ തീയിൽ വെച്ച് കൊടുത്ത് മുരിഞ്ഞു കിട്ടുന്നത് വരെയാണ് ഇളക്കി കൊടുക്കേണ്ടത്. മസാലകൾ മൂത്ത് കഴിഞ്ഞാൽ പിന്നെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം മസാലകൾ ചൂടാറി വരാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. ചൂടാറി വരുമ്പോൾ ഒരു മിക്സിയുടെ ജാറിലിട്ട് കൊടുത്തിട്ട് നല്ല പോലെ പൊടിച്ചതിന് ശേഷം ഒന്ന് അരച്ചുകൂടി വെക്കേണ്ടതാണ്. അതിനുശേഷം നമുക്ക് കറി തയ്യാറാക്കാനുള്ള ഉരുളി അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ഉരുളി ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ആവശ്യമായ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഒരു 4 സവാളയാണ് കട്ട് ചെയ്ത് ചേർക്കേണ്ടത്. 2 കിലോ ചിക്കന് ഞാനിവിടെ അത്യാവശ്യം വലിപ്പമുള്ള 4 സവാളയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ സവാള നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അതുവരെയും നമുക്കിതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. സവാള സോഫ്റ്റ് ആയിട്ട് വാടി തുടങ്ങിയാൽ നമുക്കിതിലേക്ക് ഒരു 3 പച്ചമുളക് കട്ട് ചെയ്ത് കൂടെ ചേർക്കാം. നമുക്ക് ഈ കറിയിലേക്ക് അധികം പച്ചമുളക് ചേർക്കേണ്ട ആവശ്യമൊന്നും തന്നെയില്ല. നമ്മൾ ഇതിലേക്ക് 1.5 സ്പൂൺ അളവിൽ കുരുമുളകാണ് കൂടുതൽ അളവിൽ ചേർത്തിട്ടുള്ളത്. പച്ചമുളക് കൂടി ചേർത്തിട്ട് വീണ്ടും നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. വഴറ്റുന്ന സവാളയിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വഴറ്റുന്ന സവാള ചെറുതായിട്ടൊക്കെ ഒന്ന് മുരിഞ്ഞു തുടങ്ങിയാൽ പിന്നെ കറിക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ഉപ്പും ചേർത്തിട്ട് വീണ്ടും നല്ലവണ്ണം തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. സവാള ഒന്നുകൂടെ മുരിഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് ഫ്രിഡ്ജിൽ അരച്ചു വെച്ചിരുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർക്കാം. ഇവിടെ 1 ടേബിൾ സ്പൂൺ അളവിലാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ജോലിക്കൊക്കെ പോകുന്ന അമ്മമാര് ഇതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഈ ഒരു രീതിയിൽ ചെയ്തു വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു രുചി വ്യത്യാസവും ഇല്ലാതെ കറികളിലേക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ചേർക്കാൻ പറ്റുന്നതാണ്. ഇനിയിപ്പോൾ ഇതൊന്നും മുരിഞ്ഞു കിട്ടണം. അതുവരെയാണ് നല്ല പോലെ അടിയിലൊന്നും പിടിക്കാതെ വഴറ്റിയെടുക്കേണ്ടതും. സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ല പോലെ മുരിഞ്ഞു വരുന്ന പാകത്തിൽ നമ്മൾ നേരത്തെ വറുത്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന മസാലകൾ കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല പോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇതുകൂടെ ഇതിലേക്ക് ചേർക്കാം. ഇനി മസാല കൂടി ചേർത്ത് വീണ്ടും നല്ല പോലെ തന്നെ ഒന്നുകൂടെ വഴറ്റിയെടുക്കാം. മസാലകൾ അടിയിലൊന്നും പിടിക്കാതിരിക്കാനും വേണ്ടിയിട്ട് ചെറിയ തീയിൽ വെച്ച് കൊടുത്ത് വേണം നമുക്കിതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാനായിട്ടും. വഴറ്റുന്ന മസാല നല്ല പോലെ മുരിഞ്ഞു വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് മിക്സിയുടെ ജാറ് കഴിയിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഒന്നുകൂടെ വഴറ്റിയെടുക്കാം. ഇനി ഒഴിച്ചു കൊടുത്തിട്ടുള്ള വെള്ളം നല്ല പോലെ ഒന്ന് വറ്റിക്കിട്ടണം. അതുവരെയാണ് നമുക്ക് ഒന്ന് ഇളക്കി മുരിയിച്ചെടുക്കേണ്ടത്. ഈ ഒരു സമയത്ത് ഞാനിതുപോലെ 2 സവാള ഒന്ന് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ചിക്കൻ കറിയുടെ അരപ്പും നല്ലവണ്ണം തന്നെ ഒന്നും കൂടെ മുരിഞ്ഞും വന്നിട്ടുണ്ട്. ഇതേ ഒരു പാകമായി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക്
കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി കൂടെ ചേർക്കാം. 1 കിലോ ചിക്കൻ ആണെങ്കിൽ 1 തക്കാളി എടുത്താൽ മതിയാകും. 2 കിലോ ചിക്കൻ ആയതുകൊണ്ടാണ് 2 തക്കാളി എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ തക്കാളിയും കൂടി ചേർത്ത് വീണ്ടും നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. തക്കാളി പെട്ടെന്ന് തന്നെ വഴണ്ട് കിട്ടുന്നതിനായിട്ട് നമുക്ക് മൂടി വെച്ച് വേണം ഒന്ന് വേവിച്ചെടുക്കാനായിട്ടും. ഈ ഒരു സമയത്തും ഫ്ലെയിം സിമ്മിൽ തന്നെ ആയിരിക്കണം. അങ്ങനെ 2 മിനിറ്റിന് ശേഷം മൂടി തുറന്നപ്പോൾ നമ്മുടെ കറിയുടെ ഗ്രേവി ഈ ഒരു രീതിയിലേക്കാണ് ആയി വന്നിട്ടുള്ളത്. തക്കാളിയിൽ ഉണ്ടായിരുന്ന വെള്ളം മുഴുവനും തന്നെ നമ്മുടെ കറിയിലേക്ക് ആയിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ലൂസായാണ് മസാലകൾ ഇരിക്കുന്നത്. ഇനി മൂടി തുറന്നു വെച്ച മസാലയിലെ വെള്ളം ഒന്ന് വറ്റിച്ചെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കി വെള്ളമെല്ലാം ഊറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ പീസുകളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അങ്ങനെ നമ്മുടെ മുഴുവൻ ചിക്കനും ഗ്രേവിയിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി അരപ്പും ചിക്കനും കൂടി കൂട്ടി ചേർത്ത് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കണം. മസാലകൾ മുഴുവനും തന്നെ ചിക്കനിലേക്ക് ഒന്ന് പിടിച്ച് കിട്ടണം. അതുവരെയാണ് നമുക്ക് ഒരു 2 മിനിറ്റ് നേരം വഴറ്റി കൊടുക്കേണ്ടതും. നമ്മൾ ഇതുവരെയും കറിയിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടില്ല. മസാലയെല്ലാം ഇളക്കി യോജിപ്പിച്ച് നോക്കിയതിന് ശേഷം മാത്രം കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താൽ മതിയാകും. അങ്ങനെ നമ്മുടെ ചിക്കൻ ഫുൾ ഫ്ലെയിം വെച്ച് കൊടുത്തിട്ട് 2 മിനിറ്റ് നേരം നല്ല പോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ മസാലകളെല്ലാം തന്നെ ചിക്കനിലേക്ക് ഒന്ന് പിടിച്ചും കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ചിക്കൻ ഒന്ന് മൂടി വെച്ച് വേണം വേവിച്ചെടുക്കാനായിട്ടും. മൂടി വെച്ച് കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം സിമ്മിലേക്ക് മാറ്റാൻ മറന്നു പോകരുത്. ഇനി ചെറിയ തീയിലിരുന്നു കൊണ്ട് ചിക്കൻ പീസുകൾ ഒന്ന് വെന്ത് വരട്ടെ. ഇടയ്ക്കിടയ്ക്ക് ചിക്കൻ കഷ്ണങ്ങൾ അടിചേർത്ത് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കണം. നമ്മുടെ കറി ഫുൾ ഫ്ലെയിമിലാണെങ്കിൽ അടിയിലൊക്കെ പിടിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് സൂക്ഷിച്ച് വേണം നല്ലപോലെ ഇളക്കിയെടുക്കാനായിട്ടും. ചിക്കൻ കറികളൊക്കെ കൂടുതൽ അളവിൽ ചെയ്യുമ്പോൾ നിങ്ങൾ ഇതുപോലുള്ള ചൂട് കട്ടിയുള്ള പാത്രത്തിലായിരിക്കണം പാചകം ചെയ്തെടുക്കേണ്ടതും. ഞാൻ വീട്ടിലുണ്ടാകുന്ന എന്തൊരു ആവശ്യത്തിനും ഇതുപോലുള്ള ഉരുളികളിലൊക്കെ വെച്ചിട്ടാണ് പാചകം ചെയ്യാറുള്ളതും. അങ്ങനെ നമ്മുടെ ചിക്കനിലെ വെള്ളമെല്ലാം ഒന്ന് വറ്റി വരുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടെ വെള്ളം മിക്സിയുടെ ജാറ് കഴിയിട്ട് ഒഴിച്ചു കൊടുക്കാം. വെള്ളം ചേർത്ത് കൊടുക്കുന്ന സമയത്തും അത് ചൂടാക്കിയതിന് ശേഷമായിരിക്കണം ചേർക്കേണ്ടതും. യാതൊരു കാരണവശാലും നിങ്ങൾ ഇതിലേക്ക് പച്ചവെള്ളം ചേർത്ത് കറി തയ്യാറാക്കി എടുക്കരുത്. അങ്ങനെ നമ്മുടെ കറിക്ക് അത്യാവശ്യം ചാറൊക്കെ ഉണ്ട്. ഈ ഒരു സമയത്ത് ഞാനിതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിക്കൻ കഷ്ണങ്ങൾ അല്പം കളർ കുറഞ്ഞ പോലെ എനിക്ക് തോന്നിയത് കൊണ്ടാണ് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുള്ളത്. വീണ്ടും മൂടി വെച്ചതിന് ശേഷം ഒന്നുകൂടി അടിചേർത്ത് ഇളക്കി കൊടുക്കുവാണ്. നല്ല പോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒന്നുകൂടെ മൂടി വെച്ച് തന്നെ നമുക്ക് വേവിച്ചെടുക്കാം. ഒരു 15 മിനിറ്റ് ഒക്കെ ആയപ്പോൾ നമ്മുടെ കറി ഈ ഒരു രീതിയിലേക്ക് വന്നിട്ടുണ്ട്. നല്ലതുപോലെ തിളച്ച് വറ്റി കുറുകിയ ഭാഗത്തിലാണ് ആയി വന്നിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ കഷ്ണങ്ങളും നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒന്നുകൂടി ഇളക്കി കറിയുടെ ഉപ്പ് നോക്കാം. അതുപോലെ തന്നെ ചിക്കൻ പീസുകൾ വെന്തിട്ടുണ്ടോ എന്ന് നോക്കാവുന്നതാണ്. ഇനിയിപ്പോൾ കുറച്ചുകൂടെ ഗ്രേവി നിങ്ങൾക്ക് ആവശ്യമാണ് എന്ന് തോന്നുവാണെങ്കിൽ ഇതിലേക്ക് 1.5 സ്പൂൺ അളവിൽ ചിക്കൻ മസാലപ്പൊടി ചേർക്കാവുന്നതാണ്. നമ്മുടെ കറിക്ക് നല്ല പോലെ തന്നെ മസാലയൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ നിങ്ങളുടെ വീട്ടിലെ ചെറിയ ആവശ്യങ്ങളൊക്കെ വരുന്ന സമയത്ത് കുറച്ചുകൂടെ ഗ്രേവിയൊക്കെ വേണം എന്ന് തോന്നുന്ന സമയത്താണ് അങ്ങനെ ചെയ്തെടുക്കേണ്ടതും. അങ്ങനെ നമ്മുടെ ഗ്രേവി ഒന്നുകൂടെ കുറുകിയ പാകത്തിലേക്കായി വന്നപ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമ്മുടെ കറി ഒന്ന് ചൂടാറി തണുത്ത് വരുമ്പോഴേക്കും ഒന്നുകൂടെ കട്ടിയായി മാറുന്നതാണ്. ഇതുപോലൊരു കറി തയ്യാറാക്കി എടുക്കാനായിട്ട് നമുക്കൊരു 20 മിനിറ്റ് ആണ് കേട്ടോ സമയം ആവശ്യമായിട്ട് വരുന്നത്. നമ്മളിതിലേക്ക് നാളികേരം ഒന്നും തന്നെ വറുത്തരച്ച് ചേർത്തിട്ടില്ല. എങ്കിലും നല്ല കൊഴുപ്പോട് കൂടി തന്നെയാണ് നമ്മുടെ കറി ഇരിക്കുന്നത്. കാണാൻ ഭംഗിയുള്ളതുപോലെ തന്നെയാണ് കേട്ടോ കഴിക്കാനും. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില ഇതുപോലെ ഒന്ന് തൂവിയതിന് ശേഷം ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം കറി ഒന്ന് മൂടിയും കൂടെ വെച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ വളരെ രുചികരമായിട്ടുള്ള കാറ്ററിംഗുകാർ ഓർഡർ അനുസരിച്ചൊക്കെ തയ്യാറാക്കി കൊടുക്കുന്ന തനി നാടൻ കോഴിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലൊരു കോഴിക്കറി നിങ്ങൾ എല്ലാവരും വീടുകളിൽ തയ്യാറാക്കി നോക്കണേ. തയ്യാറാക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ കറിയുടെ സ്വാദ് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടിയ ഈ ഒരു അറിവ് നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളെല്ലാം കമൻസായിട്ട് അറിയിക്കാനും മറക്കരുത്. ഇനിയിപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഫോളോ ചെയ്ത് നമ്മുടെ ഫാമിലിയിൽ മെമ്പർ ആകാനും മറക്കല്ലേ. അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ നാളെ ഓടിയെത്തുന്നതാണ്. അതുവരെയും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാരോടും ഇനിയും കാണാനിരിക്കുന്ന എൻ്റെ പ്രിയ കൂട്ടുകാരോടും ഒത്തിരി നന്ദി സ്നേഹം അറിയിച്ചുകൊണ്ട് നാളെ രാവിലെ ഓടിയെത്താം. അതുവരെയും സ്നേഹത്തിൻ്റെ ഭാഷയിൽ വീണ്ടും കാണാം.